വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. പ്രിയ സഹോദരരെ, ഈശ്വരനിശ്ചയായും ജ്ഞാനസ്നാനം സ്വീകരിച്ച നാമെല്ലാം അവിടുത്തെ മരണത്തിലും പങ്കാരാൻ വേണ്ടിയാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ജ്ഞാനസ്നാനം വഴി നാം അവിടത്തോടു കൂടെ ഹൃദയം സംസ്കരിക്കപ്പെടുന്നു. മിശിഹ മരിച്ചതിന് ശേഷം പിതാവിന് ഉയർത്തെഴുന്നേറ്റു. അതുപോലെ നാമും ഒരു പുതുജീവൻ നയിക്കണം. അവിടുത്തെ മരണത്തിന് സാദൃശ്യത്തിൽ അവിടുത്തെ യോജിച്ചു പോയിരിക്കുന്ന നാം അവിടുത്തെ പുനരുത്ഥാനത്തിലും സദൃശരായി അവിടത്തോട് യോജിക്കണം. നാം ഇനി പാപത്തിന് പാസയായിട്ട് കാണണം. പാപശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലുള്ള പഴയ മനുഷ്യൻ അവിടത്തോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ആകയാൽ നാം മിശിഹായോട് മരിച്ചെങ്കിൽ മിശിഹായോട് കൂടി ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. മിശിഹ മരണശേഷം ഉയർത്തെഴുന്നേറ്റതിനാൽ ഇനി അവിടുന്ന് മരിക്കുകയില്ല. മരണത്തിന് അവിടുത്തെ ഇനി യാതൊരു അധികാരവുമില്ല. അവിടുന്ന് മരിച്ചു. പാപത്തെ പ്രതിയാണ് ഒരിക്കൽ അവിടുന്ന് മരിച്ചത്. അവിടുന്ന് ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടിയാണ് അവിടെ ജീവിക്കുന്നത്. അതുപോലെ പാപത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മൃതരാണെന്നും ദൈവത്തിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശുവിനായി ജീവിക്കുന്നവരാണെന്നും കരുതുകയും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന് നന്ദി പ്രകാശിക്കുകയും, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്. കർത്താവിൻ്റെ കാരുണ്യം എന്നേക്ക് നിലനിൽക്കുന്നു എന്ന് ഇസ്രായേൽ പത്രം പറയട്ടെ. കർത്താവിൻ്റെ വലം കൈ എന്നെ ഉയർത്തിയിരിക്കുന്നു. അവിടുത്തെ വലം കൈ ധീരമായി പ്രവർത്തിച്ചു. ഞാൻ മരിക്കുകയില്ല. ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികൾ വർണ്ണിക്കും. പണിക്കാർ ഉപേക്ഷിച്ചു വന്ന കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി ഭവിച്ചു. കർത്താവിന് അത്ര സംഭവിച്ചത് നമ്മുടെ ദൃഷ്ടിയിൽ അതാശ്ചര്യകരമായിരിക്കുന്നു.